ഉണ്ടാക്കാൻ കിട്ടുന്ന ഒരു പാട്ട് അറബി പാട്ട് ഏതോ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ മിഞ്ഞാന്ന് എന്തോ പാടിയ എന്നാ പാടിക്കൂടിയ റെഡി 1 2 ആയതുകൊണ്ട് ദൂരെ ദിബയിലേക്കുള്ളൊരു യാത്രയാണ് ദുബായിൽ നിന്ന്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ദുബായി ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് തിരഞ്ഞങ്ങനെ നടക്കുകയാണ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ. മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണിത്. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ദിബയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയുള്ള മുഴുവൻ കാഴ്ചകൾ ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്, കൂട്ടത്തിൽ ഇങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വിചാരിച്ച്. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ. ഒരു അടിപൊളി ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ നേരെ പോവുകയാണ്. നല്ല ചൂടാണ്, പ്രത്യേകിച്ച് ഇവിടെ ഈ കണ്ടെയ്നറുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടേ അടിപൊളി ചൂടാണ്. ഇനി നേരെ അസന്ദിബയിലേക്കാണ് യാത്ര. അങ്ങനെ നമ്മളൊരു സുഹൃത്ത് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ സിറ്റിയിലേക്ക് പോവുക കേട്ടോ. ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെയൊക്കെ കണ്ടെയ്നറുകൾ നിർത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഏരിയ മുഴുവൻ. ഇതാണ് മാർക്കറ്റിലെ ഏറ്റവും വലിയ കോൾഡ് സ്റ്റോർ, ഹോങ്കോങ് കോൾഡ് സ്റ്റോർ. ഇതിൻ്റെ ഉള്ളിൽ 1000 കണ്ടെയ്നറിൻ്റെ സാധനമൊക്കെ കൊള്ളുന്ന അത്രയ്ക്ക് വലിയ സ്പേസ് ഉള്ള ഒരു വലിയ കോൾഡ് സ്റ്റോറാണിത്. ഇതൊരു ചൈന കമ്പനിയാണ് ഇപ്പം നടത്തുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു കോൾഡ് സ്റ്റോറാണ് മാർക്കറ്റിലുള്ളത്. അല്ലാതെ എല്ലാ കമ്പനികൾക്കും ഓരോതായിട്ടുള്ള കോൾഡ് സ്റ്റോർ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ കോൾഡ് സ്റ്റോറിൽ കൊള്ളാത്ത സാധനങ്ങളൊക്കെ ആൾക്കാരെന്താക്കും ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ വരുന്ന സാധനങ്ങൾ പെട്ടെന്ന് വിറ്റ് പോകണമെന്നില്ല. അപ്പോൾ അതിന് ഇതേപോലെ കോൾഡ് സ്റ്റോറിൽ കേടുവരാതെ വെക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സ്റ്റോറേജാണിത്. ഇതാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻ്റർനാഷണൽ സിറ്റിയിലേക്ക് പോവാണ്. ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള വഴിയാണ് കേട്ടോ. നിങ്ങൾ അധികം ആൾക്കാരും ദുബായ് അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്, സെൻട്രൽ മാർക്കറ്റ്, GCCയിൽ ഏറ്റവും വലിയ മാർക്കറ്റ്, 8 കിലോമീറ്ററിൽ കൂടുതൽ ചുറ്റളവുള്ള വലിയൊരു മാർക്കറ്റാണിത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ബൈ എയറായിട്ടും അതേപോലെ ബൈ റോഡായിട്ടും പിന്നെ അതേപോലെ ഷിപ്പിലും ഒക്കെ വരുന്ന ഒരു മാർക്കറ്റാണിത്. ബൈ റോഡായിട്ട് വരുന്നത് ഈജിപ്ത്, ലബനാൻ, സൗദി, ഒമാൻ ഇതേപോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ബൈ റോഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബൈ ഷിപ്പും വരുന്നുണ്ട് കേട്ടോ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ ഈ ഏരിയയിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ കണ്ടെയ്നറുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ട്. നമ്മൾ ജോലി ചെയ്യുന്ന ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു നിസ്കാരപ്പള്ളിയാണ് ഈ കാണുന്നത്. നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഇതാണ് ബ്ലൂം മാർക്കറ്റ്, പുതിയതായിട്ട് തുടങ്ങിയ AC ഒക്കെ വെച്ചിട്ടുള്ള ഉള്ളിൽ കച്ചവടം നടക്കുന്നതാണ്, പുറത്തുള്ള കച്ചവടമല്ല. നമ്മളങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇനി ഇൻ്റർനാഷണൽ സിറ്റിയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു പാലം കാണാൻ പറ്റും നമുക്ക്. ഇതാണ്ട ഈ ഒരു പാലം, ഇത് ക്രോസ് ചെയ്തിട്ടാണ് ഈ മാർക്കറ്റിലേക്കുള്ള പണിക്കാർ മുഴുവൻ വരുന്നത്. 24 മണിക്കൂറും ബിസി ആയിട്ടുള്ളൊരു പാലമാണിത്. അത്ര കൂടുതൽ ആൾക്കാർ, മാർക്കറ്റിലുള്ള മുഴുവൻ പണിക്കാർ, ഒരു 99% ആൾക്കാരും ഇൻ്റർനാഷണൽ സിറ്റിയിലാണ് താമസിക്കുന്നത് ഈ കാണുന്ന സ്ഥലത്ത്. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ആ പാലം. ദൂരെ യാത്രയാണിത്. 611 വന്ന് നമ്മൾ കൊർഫുഖാൻ റോട്ടിലെത്തിക്കണ്. നമ്മളെ കൂടെ ഉള്ളത് ഇപ്പം
നമ്മളെ അലവിയർ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റിലെ പ്രമുഖ വ്ളോഗർമാരായ സൗബാദ് ഭായ്, പിന്നെ വ്ളോഗർമാരെ വളർത്തിയെടുക്കുന്ന, വ്ളോഗർമാർക്ക് കോച്ചിങ് കൊടുത്ത് വ്ളോഗർമാരുടെ മെൻറ്ററായ സൈഫുദ്ദീൻ, പിന്നെ അതാ സോഷ്യൽ വർക്കർ. ഒന്ന് തിരിച്ച് കാണിച്ചു കൊടുക്കുക നിങ്ങളെ. സമ്മത്ത് യുഎയിലെ ആദ്യത്തെ സോഷ്യൽ വർക്കർ, ഗോൾഡൻ വിസ നേടിയ ആളാണ്. പിന്നെ ഞാൻ ഡ്രൈവറായിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേർക്കും നമ്മൾ ഡ്രൈവറായിട്ട് വന്നാണ്. അപ്പോൾ പണ്ട് മുതലേ നമ്മൾ ഡ്രൈവറായിട്ട് പോകുന്ന പരിപാടി ഉണ്ട് നാട്ടിലൊക്കെ. നാട്ടിലുള്ള നമ്മളെപ്പാൻ്റെ കൂടെയും ഉപ്പാൻ്റെ ചെങ്ങന്മാരെ കൂടെ ഒക്കെ ഇങ്ങനെ ഡ്രൈവറായിട്ട് പോലെ. അപ്പം അതൊരു വേറെ ആരാണ്. മാഷാ അല്ലാ, ഈ യാത്രയിൽ എന്തായാലും ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നമുക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ട്. ആഗ്രഹിച്ചു ഒരു പ്രാവശ്യം വന്നിട്ട് കാണാൻ അങ്ങോട്ട് എത്താൻ പറ്റിയില്ല, തിരിച്ചു വന്നു. അങ്ങനെ ഇന്ന് നമ്മൾ കാണാനുള്ള പ്രതീക്ഷയിൽ ഇതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കാണാൻ പോകാന്ന് പറഞ്ഞൊരു നല്ല പരിപാടിയാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കയറി കാണാൻ പോണ കാര്യമല്ല കേട്ടോ. ഇത് എല്ലാവരും നിങ്ങളിൽ ഓരോരുത്തരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. വലിയ പ്രൗഢിയോ പത്രസോ കാര്യങ്ങളൊന്നുമല്ല, ഒരു മനുഷ്യത്വം കൊണ്ട് ജനമനസ്സ് കീഴടക്കിയ ഒരു മനുഷ്യനെ അല്ലേ. പട്ടണങ്ങളെ നടുവിൽ നിന്ന് വലിയ വലിയ ബിൽഡിങ്ങിന്റെ ഒക്കെ നടുവെന്ന് ദുബായിൽ നിന്ന് നമ്മൾ വരുന്നത് മരുഭൂമി, അത് നമ്മളെ തനി നാടൻ കാഴ്ചകളൊക്കെ ഉള്ള ഹസൻദിബയിലേക്കാണ് യാത്ര. നമ്മൾ ദിബയിലെത്തി.
ഇതാണ് ഹമീദ് കുറ്റൂർ. ഹമീദ് കുറ്റൂരിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇതാണ്ടോ, ഇതാണ് നമ്മളെ മുതൽ. അതിന് വെള്ളം പൊട്ടി പോവാണെങ്കിൽ എന്താണെങ്കിലും അവിടെ കാത്തിക്കണം. പിന്നെ നമ്മള് വേഗം ചെല്ലും. എന്തൊക്കെ സുഖല്ല. ഇതാണ്. അപ്പൊ ഈ ഒരു മുതലിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദുബായിൽ നിന്ന് എവിടത്തേക്ക് വന്നത്? അസന്ദീപേലേക്ക്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂപ്പർ സ്റ്റാർ. പള്ളി തൊട്ടടുത്ത്. പറഞ്ഞോ, ആണ്ടും കൊണ്ടും പറഞ്ഞോളി ഏത് പാട്ടാണ്. ഏതാണ് കാണാൻ പറയാം മറുപടി ഞാൻ. അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. കേൾക്കാം നമുക്ക് കാതുകൾ നൽകിയതാരാണ്. പറയാം മറുപടി ഞാൻ. അല്ലാഹു, അവനാണേകൻ അല്ലാഹു. ഓടിച്ചാടി നടന്നിടാം കാലുകൾ നൽകിയതാരാണ്. പറയാം മറുപടി ഞാൻ. അല്ലാഹു, അവനാഹു. നമ്മളെന്താക്കുകയാണ്, തിരിച്ച് ദുബായിലേക്ക് തിരിക്കുകയാണ്. അപ്പോ ഏറെക്കുറെ ഹമീദ് കുറ്റൂർ അവർക്ക് ഒപ്പന ഞാൻ ഹമീദ് കുറ്റൂർ. അപ്പം പ്രവാസ ലോകത്തെ പുതിയ കാഴ്ചകളുമായി വീണ്ടും ഞങ്ങൾ വരും. സ്റ്റേ ട്യൂൺ.